ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ചെടികൾക്ക് വളം കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് പറയുന്നത്. പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇതിൻ്റെ പിടിപ്പിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ പിടിപ്പിക്കുന്നത് മണൽ മാത്രം എടുത്തിട്ടുള്ള പോട്ടി മിക്സിലാണ് വെറും കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നത്. വേറെ വളങ്ങളൊന്നും കൊടുക്കാറില്ല. വളങ്ങളൊക്കെ പെട്ടെന്ന് കൊടുത്താൽ ചീഞ്ഞു പോകുള്ളതുകൊണ്ട് മണൽ മാത്രം എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നട്ടു കൊടുക്കാറ്. മണൽ പിന്നെ ഇവിടെ എന്താ പറയുക, മഴ പെയ്യുമ്പോൾ ഒലിച്ച് വരുന്ന കണ്ടലൊക്കെ എടുത്ത് ശേഖരിച്ച് വെക്കും. അതിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ പോട്ടി മിക്സ് അത് കഴിഞ്ഞ് വേര് പിടിച്ചതിന് ശേഷം പോട്ടി മിക്സ് കൊടുക്കുക. നമ്മൾ കുറച്ച് അകിരിച്ചോറ് എടുക്കും, പിന്നെ ചാണകപ്പൊടി, മണൽ അങ്ങനെ എടുത്തിട്ടാണ് മിക്സ് ആക്കിയിട്ട് അതിൽ നട്ട് കൊടുക്കും. സാഫ് ഉണ്ടെങ്കിൽ നമുക്ക് സാഫൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ, അതുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഒരു പോട്ടി മിക്സിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നട്ട് കൊടുക്കും. പിന്നെ മണ്ണ് തീരെ നന്നല്ലാത്ത മണ്ണൊക്കെ ആണെങ്കിൽ ചില ചെടിയൊക്കെ പിടിക്കില്ല എന്ന് കാണുകയൊക്കെ വെച്ചാൽ കുമ്മായ ഉണ്ടല്ലോ, മണ്ണിന് കൊടുക്കാൻ പറ്റിയ കുമ്മായം വാങ്ങിക്കാൻ കിട്ടും. അതും ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരു 8 ഇഞ്ചിൻ്റെ പോട്ടി മിക്സിലേക്ക് ഒരു സ്പൂണൊക്കെ ഒരളവിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പോട്ടി മിക്സിലേക്ക് ആക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് കൂട്ടി വയ്ക്കുമ്പോൾ തന്നെ ഒരാഴ്ച മുന്നേയൊക്കെ കുമ്മായിട്ട് കൂട്ടി വെച്ച മണ്ണാണ് ഏറ്റവും നല്ലതാണ്. അങ്ങനെയും കൊടുക്കാറുണ്ട്. പിന്നെ കുറേ നാളത്തേക്ക് ആ പോട്ടി മിക്സ് തന്നെയാണ്. പിന്നെ അങ്ങനെ കുറച്ച് ചാണകപ്പൊടി തന്നെ മാറ്റി കൊടുക്കുകയൊന്നും ചെയ്യില്ല, അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെ കരിയില മാറ്റി വെക്കാറുണ്ട്. അതിൻ്റെ പോട്ടി മിക്സായിട്ട് താഴെ ആദ്യം ഇട്ട് കൊടുക്കും. അതിൻ്റെ മേലെയാണ് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അത് പിന്നീട് അത് പൊടിഞ്ഞ് വളമാവും ചെയ്യും. ഇവർക്ക് നന്നായിട്ട് കരത്ത് കൊടുക്കുന്ന വളരെ നന്നായി ഫ്ലവർ കിട്ടും. ഈ കരിയില കൂട്ടുമ്പോൾ അത് നല്ല ഫ്ലവർ കിട്ടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വളം പിന്നെ കൊടുക്കുന്നത് നമ്മളെ വീട്ടിലുള്ളതാണ്. മീൻ കഴുകിയ വളം ഇതുണ്ടല്ലോ, അതും മീൻ കഴുകിയത് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇരട്ടി വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ചിക്കൻ അതൊക്കെ മേടിക്കുമല്ലോ, അതൊക്കെ മേടിക്കേണ്ട ഇറച്ചിയുടെ ഒക്കെ ഉണ്ടാവില്ലേ വെള്ളം, അത് ഒഴിച്ചു കൊടുക്കും. നല്ലതാണ്, നല്ല പൂക്കൾ വരാൻ അത് നല്ലതാണ്. അത് എല്ലാ ചെടിക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ മേടിക്കുക, ആഴ്ച ഒരിക്കലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ വീട്ടിൽ. അതൊക്കെ എപ്പോഴും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കളയണമൊക്കെ ഇതിലേക്ക് തെളി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ചെടികൾക്ക് അന്നത്തെ ദിവസം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെയാണ് പച്ചക്കറിൻ്റെ വേസ്റ്റ് ഞാൻ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുക, ബോട്ടിലാക്കി വയ്ക്കും. എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് ആ വെള്ളത്തിൽ 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ തെളി ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും. അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി ഫ്ലവർ, നമ്മുടെ വീട്ടിലത്തെ വേസ്റ്റ് ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അത്യാവശ്യം ഫ്ലവർ കിട്ടാനുള്ളതൊക്കെ. പിന്നെ വേണമെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ DAP പറഞ്ഞ വളം കിട്ടും. പൂക്കൾ ഉണ്ടാവാൻ ഏറ്റവും നല്ല DAP ആണ്. അത് ഒരു സ്പൂണ് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളത്തിലേക്കൊക്കെ ആക്കി എടുക്കുക, ഒരു സ്പൂണ്. എന്നിട്ട് അതിൻ്റെ അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നന്നായി ഫ്ലവർ കിട്ടാൻ നല്ലതാണ്. ഫ്ലവർ ഒരുപാട് കൊലകുത്തി ഉണ്ടാവാനൊക്കെ നല്ലതായിട്ട് വരും. അത് എപ്പോഴും ചെയ്യേണ്ട, മാസത്തിലോ 1.5 മാസം കൂടുമ്പോൾ അത് ചെയ്താലും മതി. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടുമ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക. നേന്ത്രപ്പഴത്തിന് തോലും മുട്ടത്തോടൊക്കെ ഇട്ടുള്ള വെള്ളം നല്ല ബെസ്റ്റാണ്, നല്ല വളമാണ്. അതൊക്കെ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുക. നമുക്ക് അടീനത്തിനൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അന്നത്തെ ദിവസം വെള്ളമൊന്നും ഒഴിക്കും വേണ്ട. അതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം എപ്പോഴും. അടീനത്തിനൊന്നും ഒരുപാട് വെള്ളമാകാൻ പാടില്ല. അപ്പോൾ വളം കൊടുക്കുമ്പോൾ നന്നായി ഫ്ലവർ കിട്ടാൻ വേണ്ടി കൊടുക്കുമ്പോൾ തന്നെ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിനൊക്കെ നന്നായിട്ട് ഫ്ലവർ കിട്ടും. അങ്ങനെ എല്ലാ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നോരോന്ന് മാറി കൊടുക്കുമ്പോഴാണ് ഫ്ലവറൊക്കെ കിട്ടുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂടേറിയ ടൈമിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ അതിരാവിലെ നമ്മൾ നനയ്ക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനെ ചൂട് സമയത്തൊക്കെ ഒഴിക്കുമ്പോൾ ആ ചൂട് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ചെടിക്ക് കേട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചെറിയ ചെടി നമ്മൾ മേടിക്കുമ്പോൾ ചെറിയ ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് നല്ലത്. ഒരു 6 പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് പിടിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേഗം പിടിച്ച് കിട്ടും. അതല്ലാണ്ട് വലിയ 8 ഇഞ്ചിൻ്റെ വലിയ പോട്ടിൽ വയ്ക്കുമ്പോൾ വെള്ളമൊക്കെ കെട്ടി നിൽക്കാനും പിടിക്കാതിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ചെടി വയ്ക്കുമ്പോൾ ചെറിയ പോട്ടെടുക്കുക. ചെടി വലുതാന്ന് വിചാരിച്ച് നമുക്ക് പോട്ട് മാറ്റി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. വലിയൊരു പ്ലാന്റ് നമ്മൾ മേടിച്ച് വെക്കുന്നത് വെച്ചാൽ നല്ല 8 ഇഞ്ച് പോട്ടിൽ തന്നെ വെച്ച് കൊടുക്കുക. ഈ ബോഗൻവില്ല അങ്ങനത്തെ നമ്മൾ വലുത് മേടിക്കുമല്ലോ, അങ്ങനെ ടൈമിലൊക്കെ അങ്ങനെ വയ്ക്കുക. ചൈനീസ് ബോൾസ് അങ്ങനെയുള്ള ചെറുതൊക്കെ വയ്ക്കുമ്പോൾ ചെറിയ പോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ വേഗം നന്നായി പിടിച്ച് കിട്ടും. പിന്നെ NPK വളങ്ങൾ വേണമെങ്കിൽ കൊടുക്കുക. NPK 19 സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അധികം നമ്മൾ നേന്ത്രപ്പഴം തോല്, മീൻ വെള്ളം അതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കാറ്.